സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താങ്കൾക്ക് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിനോടുള്ള മറുപടിയും പറയാം. അതിനു മുൻപ് എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇതൊരു രാഷ്ട്രീയ കീഴ്വഴക്കമായിത്തീരുന്നു. പാർട്ടി അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ഒരു നടപടി ഉണ്ടാവുന്നു. ഒന്നുകിൽ മേൽഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിലേക്കോ ഇല്ലെങ്കിൽ കീഴ്ഘടകത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവരവരുടെ വഴിക്ക് പോകുന്നു, ആ ബിസിനസ് വഴി അവർ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമായ PC-ക്കും അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ വലിയൊരു അവിശ്വാസ്യതയുടെ പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഗണേഷ് സൂചിപ്പിച്ചത്. രണ്ട് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ശിവരഞ്ജിത്തിൻ്റെയും നിസാമിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട്. ഇവിടെയാണ് പാർട്ടി എടുക്കേണ്ട ധാർമ്മികമായ നിലപാട് എന്താണ്? അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലീനം അംഗീകരിച്ച കാര്യം നടപ്പിലാക്കാൻ പാർട്ടിക്ക് 10 വർഷത്തിനു ശേഷവും സാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, പണാർത്തിയുള്ള ഒരു വിഭാഗം നേതാക്കൾ, അത് യുവ നേതാക്കളാണ് പല ഈ കേസുകളിൽ കുടുങ്ങുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അവരിതിനകത്ത് പണമുണ്ടാക്കാനുള്ള ബിസിനസ്സായിട്ട് വരുന്നു. അവിടെയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ പേരുപയോഗിക്കുന്നത്, മറ്റൊരു MLA-യുടെ പേരുപയോഗിക്കുന്നത്, നേരത്തെ വീണ ജോർജിൻ്റെ പേരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നിലവിലുള്ള ഈ സംഘടനാ രീതി വെച്ച് കൈകാര്യം ചെയ്യുക സാധ്യമാണോ NMPS? അതാണ് എൻ്റെ ചോദ്യം. അല്ല, വളരെ 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 സങ്കീർണമായ ഒരവസ്ഥയിലാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തുറന്ന് ഒരു കാര്യവും സംസാരിക്കാനോ തുറന്നൊരു നടപടിയെടുക്കാനോ പറ്റാത്ത തരത്തിൽ ഈ മാഫിയ സംഘങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് അകത്ത് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. പാർട്ടിയെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് പ്ലീനത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്. കാരണം ഇത് ഒരു ഐസൊലേറ്റഡ് പ്രോബ്ലം അല്ലല്ലോ അരുൺ. ഒരാളിൽ പ്രമോദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല അത് ഇവിടുത്തെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കേരളത്തിലുടനീളം എല്ലാ മേഖലയിലും അത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ, നേരത്തെ ജയേന്ദ്രന് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ, ഓരോ സ്ഥലത്തെയും ഭൂമി മുൻകൂട്ടി വരാൻ പോകുന്നതായിട്ടുള്ള വികസനത്തെ കണ്ടുകൊണ്ട് മുതലാളിമാർ കൈക്കലാക്കുകയും പിന്നീട് അങ്ങോട്ട് വികസനം കൊണ്ടുവരികയും ആ വികസനത്തിൻ്റെ പുറത്ത് അത് ലക്ഷക്കണക്കിന് വാങ്ങിയിരുന്ന ഭൂമിയാണെങ്കിൽ കോടിക്കണക്കിന് വിൽക്കുകയും അങ്ങനെ അനധികൃതമായിട്ടുള്ള ഒരുപാട് പണമുണ്ടാക്കുന്നതായിട്ടുള്ള വലിയ ഗുണ്ടാ സംഘങ്ങളുടെ തെമ്മാടികളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. അല്ലാണ്ട് ഇദ്ദേഹം പറയുന്ന തരത്തിൽ കടലാസിനകത്തുള്ള റിയൽ എസ്റ്റേറ്റ് സംവിധാനമല്ല ഇത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കേരളത്തിലെ ഈ ഏതെങ്കിലും ചായക്കടയിൽ പോയി ചോദിച്ചാൽ ആളുകൾ പറഞ്ഞു തരും. അത് ജയേന്ദ്രന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ പക്ഷേ CPM-ൽ മാത്രമല്ലല്ലോ ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ കാണുന്നത്. എല്ലാ പാർട്ടികളും അഴിമതിക്കാരുടെ ഒരു സംഘം അവരുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ന്യായീകരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. പക്ഷേ അവർ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പാർട്ടി വക്താക്കൾ എന്ന നിലക്ക് വന്നിരുന്ന് എതിർ പാർട്ടികളുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത്. സത്യസന്ധമായിട്ട് അവർക്കും ചർച്ച ചെയ്യാൻ പറ്റില്ല. അവർ വന്നിരുന്നിട്ട് റിജിൽ മാക്വിറ്റിയും അതുപോലെ ജഗദീഷും കൂടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ പാർട്ടി ഇതുമാതിരിയൊക്കെ ചെയ്യുന്നതാണ് എന്നവർക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി ഒന്നും ചെയ്യില്ല, ഇത് മറ്റേ പാർട്ടികളെ ചെയ്യുള്ളൂ എന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികത ഇല്ലാത്തതായിട്ടുള്ള തുമ്പെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാൽ കേരളം ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് എന്താണ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള കാരണം? അമിതമായിട്ടുള്ള അഴിമതിക്ക് വിധേയമായതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ BJPക്ക് അധികാരമില്ലെങ്കിൽ പോലും എത്രയോ തരത്തിലുള്ളതായിട്ടുള്ള അഴിമതികൾക്കാണ് അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾക്കാണ് അവർ വിധേയമായിട്ടുള്ളത്. അവർക്ക് അധികാരവുമില്ല, പക്ഷെ അവർക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്. അതുപോലെ CPM-നും. അപ്പോൾ CPM ആയിക്കഴിഞ്ഞാലും BJP ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് വളരുന്നു വികർന്നു വരുന്നതായിട്ടുള്ള വലിയ ഒരു ബിസിനസ് സംഘം, കച്ചവട സംഘം ഈ പാർട്ടികൾക്കകത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പാർട്ടികൾക്കകത്ത് കച്ചവട സംഘങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മിനിറ്റിന് നമ്മളെ കേരളത്തിലുള്ള എല്ലാ MLA-മാരെയും എല്ലാ പാർട്ടികൾക്കകത്തുള്ള MLA-മാരെയും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ മിക്കവാറും തന്നെ അതാത് പ്രദേശത്തുള്ള കോൺട്രാക്ടന്മാരുടെ മാഫിയകൾക്ക് വിധേയമായി അവരിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളാണ്. വളരെ അപൂർവം ആളുകൾ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാത്തവരാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതിൽ പാർട്ടിയുമില്ല, രാഷ്ട്രീയമില്ല. പല സ്ഥലത്തെയും ഇടപാടുകളിൽ എന്താണ് നടക്കുന്നത്? പാർട്ടിയില്ല, ഒരു പാർട്ടിയിലും ഒരു രാഷ്ട്രീയമില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു.
അത്തരത്തിൽ അഴുകിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കേരളം സഞ്ചരിക്കുന്നതെന്നുള്ളതാണ് കേരളത്തിലെ ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുന്നതും അതേപോലെ തന്നെ വലിയ തരത്തിലേക്ക് ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം. നിരാശയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് നോക്കുന്ന സമയത്ത്. പ്രത്യാശയുടെ ഒരു നാമ്പ് പോലും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയില്ല.